ലോകത്ത് ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാമെങ്കിലും ലോകത്ത് ശത്രുക്കളെപ്പോലും അമ്പരപ്പിക്കുന്ന രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മതമാണ് പരിശുദ്ധ ഇസ്ലാം. മുൻകാലഘട്ടത്തിൽ ഇസ്ലാമിനെ പരിഹസിച്ചുകൊണ്ട് സിനിമകളും ഡോക്യുമെന്റുകളും ഇറക്കിയിരുന്ന പല ജൂത സംഘടനാ നേതാക്കളും ഇന്ന് ഇസ്ലാമിന്റെ വക്താക്കളാണ് എന്നുള്ളതും ഇസ്ലാമിന്റെ ശ്രേഷ്ഠതയെപ്പറ്റിയും ഇസ്സത്തിനെ പറ്റിയും ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു എന്നുള്ളതും എത്രമാത്രം ഈ ലോകത്തെ ഇസ്ലാം സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളതിന്റെ ലക്ഷണങ്ങളാണ്. എന്തുകൊണ്ടാണ് ഒരു ഭാഗത്ത് ശത്രുക്കൾ ഒരുമിച്ചുകൂടി പരിഹസിച്ചിട്ടും ഈ മതം ഇത്രത്തോളം വളരാനുള്ള കാരണം എന്ന ചോദ്യത്തിന് സമൂഹം ലോകം കൊടുക്കുന്ന ഒരു മറുപടി പരിശുദ്ധ ഇസ്ലാം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ മൂല്യങ്ങളെപ്പറ്റിയും ചർച്ച ചെയ്യുന്നുണ്ട്. കേവലം ആരാധനാപരമായ കാര്യങ്ങൾ മാത്രമല്ല എന്നും മനുഷ്യ ജീവിതത്തിന്റെ വ്യത്യസ്ത രംഗങ്ങളിൽ ഒരു മനുഷ്യൻ കാണിക്കേണ്ട മര്യാദകളും ചിട്ടകളും കൃത്യമായി ഈ ഉമ്മത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം. അതുകൊണ്ട് ഒരിക്കൽ മദീനത്തെ പള്ളിയിലിരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ അരികിൽ വന്ന് ഒരുപറ്റം ജൂതന്മാര് ചോദിച്ചു, അല്ല സഹാബാക്കളെ, നിങ്ങളെ പ്രവാചകൻ നിങ്ങളെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ മലമൂത്ര വിസർജനം നടത്തിയാൽ എന്ത് ചെയ്യണം, എത്ര തവണ കഴുകണം, അത് എത്ര കല്ലെടുക്കണം എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് കേട്ടല്ലോ. തിരിച്ചു സഹാബത്ത് പറഞ്ഞ മറുപടി, ഞങ്ങളുടെ കിടക്കപ്പാഴയിൽ നിന്നും എഴുന്നേൽക്കുന്നത് മുതൽ ഞങ്ങളുടെ കിടക്കപ്പാഴയിലേക്ക് തിരിച്ചു ചെല്ലുന്നത് വരെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏതേത് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടോ ആ കാര്യങ്ങളെല്ലാം കൃത്യമായി ഞങ്ങളെ പഠിപ്പിക്കുന്ന പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എക്കാലഘട്ടത്തിലും ലക്ഷ്യം പേച്ചുപോയ ജനതയ്ക്ക് നിർവൈ കാണിച്ചു കൊടുത്ത മതം. ഇസ്ലാമിന്റെ ഇജ്ജത്തും ശ്രേഷ്ഠതയും തിരിച്ചറിയണമെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്ന കാലഘട്ടത്തിലെ ജനങ്ങളെ പറ്റി അറിയണം. അള്ളാഹുവിന്റെ പ്രവാചകൻ മക്കയിലേക്ക് ജനിക്കപ്പെടുന്ന കാലം, പിതാവില്ലാതെ ജനിപ്പിക്കപ്പെട്ട മാതാവിന്റെ 6ാമത്തെ വയസ്സിലുള്ള മരണവും പിന്നീട് അങ്ങോട്ട് അനാഥനായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അന്ന് മക്കയിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും പറയുന്നത് പോലെ ആ നാട്ടിൽ ജീവിച്ചിരുന്ന പലർക്കും ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, കള്ളു കുടിക്കണം, പെണ്ണു പിടിക്കണം, യുദ്ധം ചെയ്യണം. അക്കാലഘട്ടത്തിലുള്ള ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനും സാധിക്കും. ഒരൊട്ടകം വേലിക്കപ്പുറത്തു നിന്നും ഇപ്പുറത്തുള്ള ഇല തിന്നുപോയതിന്റെ പേരിൽ വർഷങ്ങളോളം ചേരി തിരിഞ്ഞ് യുദ്ധം നടത്തി കൊന്നൊടുക്കപ്പെട്ടവരുടെ തലയും കാലും വെട്ടിമാറ്റപ്പെട്ട തലയുടെ നേരെ വിരളി ചൂണ്ടി ഞങ്ങൾ ഇത്ര പേരെ കൊന്നു എന്ന് അഭിമാനിച്ചിരുന്ന ഒരു ജനതയായിരുന്നു ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ മക്കയിലുണ്ടായിരുന്ന ജനത. അസ്ലം ഗോത്രം, ബനു നളീർ ഗോത്രം, ഗഫാർ ഗോത്രം, ഖുറൈശ് ഗോത്രം, ബനു ഹാഷിം ഗോത്രം ചേരി തിരിഞ്ഞ് തമ്മിൽ തല്ലി രക്തച്ചൊരിച്ചിലുകൾ നടത്തിയിരുന്ന ആ കാലഘട്ടത്തിലായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നാട്ടിലേക്ക് ജനിച്ചു വീഴുന്നത്. അതിനേക്കാളേറെ ഓരോ വീട്ടിലും ഓരോ കള്ളിന്റെ വീപ്പ. ആ കള്ളിന്റെ വീപ്പയുടെ വലുപ്പത്തിന്റെ പേരിൽ അവർ അഭിമാനം നടിച്ചിരുന്നു. അക്കാലഘട്ടത്തിൽ കള്ളിന്റെ വീപ്പയിലേക്ക് ഒരു ഈച്ച വീണ് ചത്തപ്പോ ആ ഈച്ചയെ വളരെ ഭംഗിയോടുകൂടി പുറത്തെടുത്ത് കുളിപ്പിച്ച് മറ്റുള്ള മനുഷ്യരെ കൊണ്ടുപോകുന്ന രീതിയിൽ ആളുകൾ കൂട്ടം കൂടി മക്കയിലെ തെരുവിലേക്ക് കൊണ്ടുവന്നു. ഉക്കാള ചന്തയിലെ പീഠത്തിൽ കയറി നിന്ന് ആ ഈച്ചയെ ചൂണ്ടി അവർ കണ്ണുനീരോടെ പറഞ്ഞ വാക്ക്, അല്ലാഹുവേ, നീ ഞങ്ങളെ ഈച്ചയായി പടച്ചില്ലല്ലോ, ഞങ്ങളെങ്ങാനും ഈച്ചയായിരുന്നെങ്കിൽ ഈ ഈച്ച കള്ളുകുടിച്ച് ചത്തതുപോലെ ഞങ്ങൾക്കും കള്ളുകുടിച്ച് ചാവാമായിരുന്നു എന്നാഗ്രഹിക്കുകയും
ഓരോ വീട്ടിലുള്ള കള്ളിന്റെ വീപ്പയുടെ വലുപ്പത്തിന്റെ പേരിൽ തറവാട് പോരിശയും അഭിമാനവും കാണിച്ചിരുന്ന ഒരു ജനതയായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുമ്പോൾ മക്കയിലെ ജനത. അതിനേക്കാളേറെ ഓരോ വീട്ടിന്റെ മുൻപിലും ഓരോരുത്തരും ഓരോ ദിവസം എഴുതി വെക്കും, എനിക്ക് ഇന്നത്തേക്ക് മാത്രം ഒരു പെണ്ണിനെ വേണം. പക്ഷികളെപ്പോലും നാണിപ്പിക്കുന്ന രീതിയിൽ ഒരു രാത്രിക്ക് വേണ്ടി പെണ്ണിനെ കാത്തിരിക്കുകയും പുതിയ പുതിയ പെണ്ണിനെ കിട്ടിയിട്ടില്ലെങ്കിൽ സ്വന്തം ചോരയിലുള്ള പെണ്ണുങ്ങളെ തന്നെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി തെരഞ്ഞെടുക്കുകയും കുടിച്ച് മതോന്മത്തരായി വ്യഭിചരിച്ച് പരസ്പരം യുദ്ധം ചെയ്ത് കൊന്നൊടുക്കലിന്റെ ഏറ്റവും നല്ല രീതിയിൽ അത്തരത്തിൽ ജീവിതം നശിച്ചു പോയിരുന്ന മക്ക കാലഘട്ടത്തിലേക്കായിരുന്നു അല്ലാഹുവിന്റെ പ്രവാചകന്റെ ആഗമനം. 40ാമത്തെ വയസ്സിൽ ഹിറാ ഗുഹയിൽ അഭയം തേടി ജിബ്രീലിന്റെ ആഗമനത്തോടുകൂടി ഇഖ്റ എന്ന വാക്കും ലഭിച്ച് അല്ലാഹുവിന്റെ ഹബീബ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി. കൊന്നുകൊലവിളിക്കുന്ന ജനങ്ങൾ ഒരുമിപ്പിച്ചു കൂട്ടി. അബൂ ത്വാലിബിന്റെ തായ്വരയിൽ ഇതുപോലെ നൂറുകണക്കിന് കുടുംബക്കാരെ വിളിച്ചുകൂട്ടി. ആ ലോകത്തിന്റെ മുൻപിൽ അല്ലാഹുവിന്റെ ഹബീബ് ആദ്യം പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നും മുജാഹിദ് പ്രസ്ഥാനത്തിനും ലോകത്തിന്റെ പ്രവാചകനെ സ്നേഹിക്കുന്നവർക്കും ലോകത്തിന്റെ റബ്ബായ റബ്ബുൽ ഇസ്സത്തിനെ ആഗ്രഹിക്കുന്നവർക്കും ഈ ലോകത്തോട് പറയാനുള്ള വാക്ക് ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏകനായ ഒരു സൃഷ്ടാവുണ്ട് മനുഷ്യരെ, ആ സൃഷ്ടാവിനെ അറിയണം, ആ റബ്ബിലേക്ക് മടങ്ങണം, ആ റബ്ബിന്റെ തീരുമാനം ഉൾക്കൊള്ളണം, ആ റബ്ബിന്റെ പ്രവാചകന്മാരെ അംഗീകരിക്കണം എന്ന് തന്റെ മുൻപിലിരിക്കുന്ന ജനങ്ങൾക്ക് തിരുദൂതൻ ഓതിക്കൊടുത്തു. പക്ഷേ ആ സദസ്സിൽ നിന്നും ആദ്യമായി തിരിച്ചടികൾ ഉണ്ടാവാൻ തുടങ്ങി. 40ാമത്തെ വയസ്സുവരെ നാട്ടുകാർ അൽ അമീൻ എന്ന് വിളിച്ച പ്രവാചകൻ കുടുംബത്തിൽ ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ജനങ്ങൾ കൂട്ടിക്കൊണ്ടുപോയ പ്രവാചകൻ. ആര് കണ്ടാലും ഭംഗിയോടുകൂടി സലാം പറയുകയും ആശീർവദിക്കുകയും സ്നേഹത്തോടുകൂടി കൈപിടിച്ചു കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുകയും ചെയ്ത പ്രവാചകൻ 40ാമത്തെ വയസ്സിൽ നുബുവ്വത്ത് കിട്ടി എന്ന കാരണത്തിന്റെ പേരിൽ ആ നാട്ടിലെ ഏറ്റവും വെറുക്കപ്പെട്ട വ്യക്തിയായി അല്ലാഹുവിന്റെ പ്രവാചകൻ മാറാൻ തുടങ്ങി. കാണുന്ന സ്ഥലത്ത് വെച്ച് കരിങ്കല്ലുകൊണ്ട് ഏറുകൾ കിട്ടി. അബൂ ത്വാലിബിന്റെ തായ്വരയിൽ 3 വർഷക്കാലത്തോളം പ്രവാചകനെയും സഹാബത്തിനെയും പട്ടിണി കിട്ടി. പച്ചലയും പച്ചവെള്ളവും കുടിച്ച് ആടുകൾ കാഷ്ടിച്ചതുപോലെ കാഷ്ടിച്ച് ജീവിക്കേണ്ട ഗതികേട് ലോകത്തിന്റെ പ്രവാചകൻ അനുഭവിക്കേണ്ടി വന്നു. കരിങ്കല്ലിന്റെ കഷണങ്ങൾ കൊണ്ട് ഏറുകിട്ടി ത്വായിഫിന്റെ മണലാരണ്യത്തിലൂടെ അല്ലാഹുവിന്റെ പ്രവാചകന് ചെതച്ചുകൊണ്ടോടേണ്ടി വന്നു. എന്തിന്റെ പേരിൽ? തന്റെ ജനതയെ ഈ സമൂഹത്തിന്റെ മുൻപിൽ ഉന്നതരാക്കാൻ പണിയെടുത്തതിന്റെ പേരിൽ. പക്ഷേ നിരന്തരമായ പ്രബോധനം, നിരന്തരമായ റബ്ബിന്റെ വചനങ്ങൾ ആ ജനങ്ങൾ ഓതിക്കൊടുത്തപ്പോ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അവരോട് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തി, പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങൾ എന്ത് നേടി? ഈ ലോകത്ത് പരസ്പരം മത്സരിച്ച് കൊന്നതിന്റെ പേരിൽ നിങ്ങൾ എന്ത് നേടി? പരസ്പരം വേദനിച്ചും മനസ്സ് സങ്കടപ്പെട്ടും ജീവിക്കുകയല്ലാതെ നാളത്തെ ലോകത്തേക്ക് നിങ്ങൾക്ക് എന്ത് നേടാൻ സാധിച്ചു എന്ന ചോദ്യത്തോടൊപ്പം എന്റെ റബ്ബിന്റെ അരികിൽ നിന്നുള്ള വചനം നിങ്ങൾക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ പിന്തുടരണം, നിങ്ങളത് ഏറ്റെടുക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളൊരു ശ്രേഷ്ഠ സമൂഹമായി മാറുകയുള്ളൂ. കാലകീലകളല്ല, സിനിമാ നടന്റെ വചനങ്ങളല്ല, പരസ്യ മോഡലുകളുടെ അഭിനയങ്ങളല്ല, ആരെങ്കിലും സ്വന്തം ഇഷ്ടത്തിന് പറയുന്ന വ്യാഖ്യാനങ്ങളല്ല, യൂട്യൂബ് വരുമാനത്തിന് വേണ്ടി തലേക്കെട്ടുകാര് പടച്ചുവിടുന്ന തോന്നിവാസങ്ങളല്ല, അവനവന്റെ ജീവിതത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി മുസ്ലിം ഉമ്മത്തിനെ കൂട്ടിക്കൊടുക്കുന്ന കാബാലികന്മാരുടെ വചനങ്ങളല്ല. എന്റെ റബ്ബിന്റെ വചനം അത് നിങ്ങളിലേക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ അതാര് സ്വീകരിക്കുന്നുവോ അവർക്ക് 2 അനുഭവങ്ങൾ അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നു. അവർക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല, അവർക്ക് ഭയപ്പെടേണ്ടി വരികയില്ല. ഭയപ്പാടില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത ആ വചനം ആ ഉമ്മത്ത് സ്വീകരിക്കാൻ തുടങ്ങി. ഏകനായ റബ്ബിലേക്ക് അവർ മടങ്ങാൻ മനസ്സുകൾ താല്പര്യപ്പെട്ടു. ഏത് നിലക്കും ആ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി അവർ ജീവിച്ചപ്പോ ഇന്ന് ലോകം കണ്ട ഏറ്റവും നല്ലൊരു സമൂഹമായി അല്ലാഹു തആല
ആ ഉമ്മത്ത് മുഹമ്മദിനെ മാറ്റി. അതുകൊണ്ട് റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്, ഈ ഭൂലോകത്ത് റബ്ബ് സൃഷ്ടിച്ച ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാക്കപ്പെട്ടവർ ആ പ്രവാചകന്റെ ഉമ്മത്താണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിതം നടത്തി റസൂലുള്ളാഹിനെ സ്നേഹിച്ച് റബ്ബിനെ കണ്ടവർ, ആ റബ്ബിന്റെ വചനങ്ങളെ സ്വീകരിച്ചവർ എത്രത്തോളം എന്നാൽ പരസ്പരം യുദ്ധം നടത്തിയിരുന്ന ജനത തന്റെ സ്വത്തിന്റെ പകുതി തന്റെ സഹോദരന് കൊടുക്കാൻ തുടങ്ങി. ഭക്ഷണം പാകം ചെയ്യുന്നവൻ തന്റെ അയൽപ്പക്കക്കാരനെ പരിഗണിക്കാൻ തുടങ്ങി. എന്റെ സുഹൃത്തിന്റെ രക്തം എന്റെ രക്തത്തെക്കാൾ അഭിമാനബോധമുള്ളതാണെന്ന് അവർ തിരിച്ചറിയാൻ തുടങ്ങി. അള്ളാഹുവിന് വേണ്ടി എന്തും സഹിക്കാൻ അവർ തയ്യാറായി. അതുകൊണ്ട് ചുട്ടുപൈത്ത മണലാരണ്യത്തിൽ മലർത്തിക്കടത്തി നെഞ്ചത്ത് വലിയ പാറക്കല്ലുകൾ വെച്ച് ചാട്ടവാറുകൊണ്ട് ശരീരത്തിൽ തല്ലുമ്പോൾ അടിക്കുന്ന ഉമ്മയ്യത്തിന്റെ കണ്ണിൽ നോക്കി കറുത്ത കാപ്പിരി ബിലാൽ ഇബ്നു റബാഹ തിരിച്ചു പറഞ്ഞ മറുപടി അല്ലാഹു അക്ബർ, എനിക്കെന്റെ റബ്ബാണ് വലുത് എന്നായിരുന്നു. മരത്തിൽ പിടിച്ച് കെട്ടിയിട്ട് വസ്ത്രങ്ങളയച്ച് ഇരുമ്പ് കമ്പി ശരീരത്തിന്റെ മർമ്മഭാഗത്ത് കുത്തിക്കയറ്റുമ്പോ കരിയുന്ന മാംസത്തിന്റെ ഗന്ധത്തോടൊപ്പം കുത്തുന്ന ശത്രുവിന്റെ കണ്ണിൽ നോക്കി ഉമ്മ സുമയ്യ എന്ന ധീരവനിത പറഞ്ഞു അല്ലാഹു അക്ബർ, എനിക്കെന്റെ റബ്ബാണ് വലുത് എന്നായിരുന്നു. ആ വചനത്തിലേക്ക് അവർ മാറി. ലോകം കണ്ട ഏറ്റവും നല്ല മാറ്റത്തിലേക്ക് അവർ മാറി. അള്ളാഹു അവർക്ക് സർട്ടിഫിക്കറ്റും കൊടുത്തു. കുൻതും ഖൈറ ഉമ്മ, ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടവരിൽ ഏറ്റവും ശ്രേഷ്ഠരാക്കപ്പെട്ട ജനത നിങ്ങളാണ് എന്ന് റബ്ബിന്റെ അള്ളാഹുവിന്റെ കൽപ്പനയും ലഭിച്ചു. ആ മാർഗം സ്വീകരിക്കലാണ് ഒരു യഥാർത്ഥ വിജയിയുടെ ലക്ഷണം. ആ റബ്ബിന്റെ മാർഗത്തെ നെഞ്ചോട് ചേർക്കലാണ് എല്ലാവർക്കും ഈ ലോകത്ത് ശ്രേഷ്ഠ സമൂഹമാകാനുള്ള മാർഗം. പക്ഷേ നമ്മുടെ കൂട്ടത്തിലെ പലർക്കും തെറ്റിദ്ധരിക്കപ്പെട്ടു. പണമുണ്ടാകലാണ് വിജയം, പദവിയുണ്ടാകലാണ് വിജയം, സൗന്ദര്യമുണ്ടാകലാണ് വിജയം. അതുകൊണ്ട് തന്നെ പലരും പണത്തിന് വേണ്ടി പണിയെടുക്കാൻ തുടങ്ങി. അല്ലേ, നാട്ടിൽ അത്യാവശ്യം പണവും തരക്കേടില്ലാത്ത സാമ്പത്തിക സ്ഥിതിയുമുണ്ടെങ്കിൽ നാട്ടുകാരിൽ ചിലർ പറയാറില്ലേ, ഭാഗ്യവാൻ ജീവിതത്തിൽ ജയിച്ചോന. ചെറുപ്പക്കാരായ ആളുകളുടെ മനസ്സിൽ പോലും ആ കുത്തിവെച്ചിട്ടുണ്ട്. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? വളരുന്ന ചെറുപ്പക്കാരിൽ പലരും ആത്മഹത്യ ചെയ്യുന്നത് എന്തുകൊണ്ട്? ജീവിതത്തിൽ ചെറിയ ചെറിയ സംഭവങ്ങൾ വരുമ്പോഴേക്കും ജീവിതം അവസാനിപ്പിക്കുന്നത് എന്തുകൊണ്ട്? ഇന്നത്തെ ചെറുപ്പക്കാരുടെ മനസ്സുകളിലേക്ക് മീഡിയകളും കുടുംബങ്ങളും കുത്തിവെച്ചു. പണമുണ്ടാക്കലാ ലക്ഷ്യം. അതുകൊണ്ട് പണമുണ്ടാക്കാൻ കഞ്ചാവിന്റെ കേരിയറായി, ബ്രൗൺ ഷുഗറിന്റെ കൈമാറ്റക്കാരനായി, അതിനേക്കാളേറെ നെറ്റ് മാർക്കറ്റിംഗുകളിലൂടെ ആളുകൾ വഞ്ചിക്കാൻ തുടങ്ങി. കള്ളത്തരവും കൊള്ളയും കൊള്ളിവെപ്പും പിടിച്ചുപറിയുമായി പണമുണ്ടാക്കാനോടി. കാരണം അവരുടെ മനസ്സിലേക്ക് ആളുകൾ പറഞ്ഞു, പണമുണ്ടാക്കലാണ് മുഖ്യം, അതാണ് ജയം. ആണോ? പണമുണ്ടാകലാണോ വിജയത്തിന്റെ ലക്ഷണം? ആയിരുന്നെങ്കിൽ എത്ര പേര് മനസ്സമാധാനത്തോടെ ജീവിക്കും? ഈ ഇരിക്കുന്ന എത്ര പേര് ആരും അറിയാതെ ലക്ഷങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട്. വീട്ടിന്റെ പോർച്ചിലിൽ ലക്ഷറി കാറും 4000 സ്ക്വയർ ഫീറ്റിന്റെ വീടും വീട്ടിന്റെ പോർച്ചലിൽ ഭംഗിയാർന്ന സൗകര്യങ്ങളും തേക്കിന്റെയും വീട്ടിയുടെയും 6 അടി തേക്കിന്റെ കട്ടിലിൽ ഭംഗിയായി AC ശീതീകരിക്കപ്പെട്ട റൂമിൽ മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങിയിട്ടുണ്ടോ? എത്ര കുടുംബങ്ങൾ സ്വൈര്യത്തിൽ ജീവിക്കുന്നുണ്ട്? എത്ര പേര് സമ്പത്തിന്റെ പേരിൽ ആശങ്കപ്പെടുന്നുണ്ട്? പണമാണ് മുഖ്യമെന്ന് കരുതി ലോകം കായ്ക്കീഴിലിട്ട് ചവിട്ടി വധിക്കാൻ ഒരുങ്ങി പുറപ്പെട്ട അലക്സാണ്ടർ ചക്രവർത്തി ഓരോ നാടുകളും പടനയിച്ച് ഓരോ മേഖലകളും പിടിച്ചടക്കി തന്റെ 36ാമത്തെ വയസ്സിൽ ചെറിയൊരു സൂക്കേടിന്റെ പേരിൽ ഈ ലോകത്തിൽ നിന്നും തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, മനുഷ്യരെ, പ്രിയപ്പെട്ടവരെ, പണമല്ല മുഖ്യം. പണമൊരിക്കലും മനുഷ്യന് ആത്യന്തികമായ സമാധാനം നൽകിയിട്ടില്ല. ഉണ്ടെന്ന് പറയാൻ ഈ ലോകത്തൊരാൾക്കും സാധിച്ചിട്ടുമില്ല. ഇനി പദവിയാണോ മുഖ്യം? ആളുകൾക്കിടയിൽ അത്യാവശ്യം പേര് കിട്ടലും സ്ഥാനം കിട്ടലുമാണോ മുഖ്യം? അതിനുവേണ്ടിയാണല്ലോ ചില ആളുകൾ തരക്കേടില്ലാത്ത രാഷ്ട്രീയ രംഗത്തും മതരംഗത്തും സംഘടനാ രംഗത്തും ഇടപെടുമ്പോ അവർക്ക് ചില പദവികൾ കിട്ടും. അതൊക്കെ കിട്ടുമ്പോഴും ജനങ്ങൾ പറയും, ഭാഗ്യവാൻ, ജീവിതത്തിൽ ഭാഗ്യം ലഭിച്ചോനാ. ഇത്ര ചെറുപ്പത്തിലെ MLA ആയി, ഇത്ര ചെറുപ്പത്തിലെ പള്ളി കമ്മിറ്റിയിൽ വന്നു, ഇത്ര ചെറുപ്പത്തിലെ ഇന്നത്തെ വേദിയിലെത്തി. പദവിയാണോ മനുഷ്യരെ ഈ ലോകത്ത് അല്ലാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം? ആ പദവിയെപ്പറ്റി ഒരിക്കൽ സഹാബാക്കൾ ചോദിച്ചു, റസൂലേ, മൽ ഇമാറ, എന്താണ് പദവി? സഹാബാക്കൾ തിരിച്ചു ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് തിരിച്ചവരോട് തന്നെ ചോദിച്ചു, മൽ ഇമാറ, നിങ്ങൾ പറ, എന്താണ് പദവി? പദവി എന്താണ് നിങ്ങൾ പറ. സഹാബത്ത് തിരിച്ചു പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, ഞങ്ങൾക്കറിയില്ല നബിയെ, അത് നിങ്ങൾക്ക് മാത്രമേ അറിയൂ.
തിരുദൂതൻ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്. ഇന്ന് സംഘടനാ രംഗത്ത് നേതൃത്വം ഏറ്റെടുത്തവരോട്, മഹല്ലിന്റെ നേതൃത്വം ഏറ്റെടുത്തവരോട്, അല്ലെങ്കിൽ സമുദായത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തവരോട്, ഒരു നാടിന്റെ ഭരണം ഏറ്റെടുത്തവരോട്, ഒരു കുടുംബത്തിന്റെ ഭരണം ഏറ്റെടുത്തവരോട് മല്ലിമാറ, എന്താണ് അധികാരം, എന്താണ് പദവി? തിരുദൂതൻ തിരിച്ചു വിളിച്ചു പറഞ്ഞു, അവ്വലുഹാ നിദാമത്തുൻ, അതൊരു ഖേദമാണ് മനുഷ്യരെ, പദവി ഒരു ഖേദമാണ്. നാട്ടുകാർ പലരും കൂട്ടം കൂടി നിങ്ങളെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആനയിച്ചിട്ടുണ്ടെങ്കിൽ നാളെ പറഞ്ഞ നാട്ടുകാരെല്ലാം നാഥന്റെ മുൻപിൽ വിചാരണയില്ലാതെ നിൽക്കുമ്പോൾ ആ ഉമ്മത്തിന്റെ മുൻപിൽ നിങ്ങളെ നിർത്തുന്ന ഖേദമാണ് പദവി. നിങ്ങളെ ഖേദിക്കാൻ വേണ്ടി ജനങ്ങൾ തലയിൽ വെച്ചു തന്നൊരു മുൾക്കിരീടമാണ് പദവി, അധികാരം, സ്ഥാനം. ആ അധികാരത്തിന് വേണ്ടിയാ പലരും ഓടുന്നു, അധികാരത്തിന് വേണ്ടിയാ മനുഷ്യ സമുദായത്തെ വെട്ടിമുറിക്കുന്നു, പദവികൾക്ക് വേണ്ടിയാ മുസ്ലിം ഉമ്മത്തിന് കുരുതി കൊടുക്കുന്നു, പദവികളും പദവികളുടെ സ്ഥാനങ്ങൾക്കും വേണ്ടിയാ പടച്ചുറപ്പ് കൂട്ടിപ്പിടിച്ച ഐക്യത്തെ പോലും പലരും തകർക്കാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. വസാനീഹ, രണ്ടാമത്തേത് പദവി എന്തെന്നറിയണോ? അൽഹയ, അതൊരു അപമാനമാണ്, അതൊരു നാണക്കേടാ. ഇക്കണ്ട ജനങ്ങളൊക്കെ പടച്ചുറപ്പിന്റെ കോടതിയിൽ നിൽക്കുമ്പം പദവികൾക്കും സ്ഥാനങ്ങൾക്കും വേണ്ടി ജീവിച്ച നിന്നെ അള്ളാഹു ഏറ്റവും വലിയ അപമാനത്തിലേക്ക് കൊണ്ടുപോകും, അപമാനത്തിലേക്ക് കൊണ്ടുപോകും. പദവിയല്ല ജീവിതത്തിന്റെ വിജയം, പണമല്ല ജീവിതത്തിന്റെ വിജയം. ഇനി സൗന്ദര്യമാണോ ജീവിതത്തിന്റെ വിജയം? അങ്ങനെയാണോ ഉമ്മത്ത് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്? അതുകൊണ്ടാണല്ലോ തിരുദൂതൻ വേണ്ടെന്ന് പറഞ്ഞ പലതും നമ്മൾ വേണമെന്ന് വെച്ചത്. ലഅനത്തുല്ലാഹ്, അല്ലാഹു ശപിച്ചിരിക്കുന്നു. ആരെ? അൽ വാസിമാതു വൽ മുതവസ്സിമാതു വന്നാഇമാതു, അതോടൊപ്പം തന്നെ ചുണ്ടിൽ ചായം തേക്കുന്നവളെയും ചായം തേക്കാൻ ഇരുന്നു കൊടുക്കുന്നവളെയും, കണ്ണിന്റെ പിരികം വടിക്കുന്നവളെയും പിരികം വടിക്കാൻ ഇരുന്നു കൊടുക്കുന്നവളെയും ലഅനത്തുല്ലാഹ്, അല്ലാഹു ശപിച്ചിരിക്കുന്നു. പക്ഷേ ഇന്ന് ചെറുപ്പക്കാർക്കും മക്കൾക്കും തോന്നി സൗന്ദര്യമാ വിജയം. അതുകൊണ്ടാണല്ലോ സൗന്ദര്യമുണ്ടാക്കാൻ വേണ്ടി പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്നതും. പക്ഷേ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഈ സൗന്ദര്യത്തിന് എത്രയാ വില? ഈ കാണുന്ന തൊലിവെളുപ്പിനും ഭംഗിക്കും എത്രയാ വില? ഒരു ചെറിയ സൂക്കേട് വന്നാൽ തീരാവുന്നതേയുള്ളൂ. കയ്യിന്റെ വലത്തെ ഇടത്തെ കയ്യിന്റെ ഉള്ളിൽ കുത്തിപ്പറയുന്ന വേദനയുമായി ആശുപത്രിയിൽ ചെന്ന പെണ്ണ് 4-ാമത്തെ മാസം ശുഷ്കിച്ച എല്ലും തോലുമായി മോർച്ചറിയിൽ കിടക്കുന്നുണ്ടെങ്കിൽ സൗന്ദര്യം ഈ ലോകത്തൊരാൾക്കും ഏറ്റവും വലിയ സമാധാനം നൽകിയിട്ടില്ല. അതല്ല വിജയം. ഈ സൗന്ദര്യത്തിന്റെ അളവുകോല് പോലും ഈ കാലഘട്ടത്തിലെ വൈദ്യശാസ്ത്രം പഠിപ്പിച്ചു. ഈ ജീവനുള്ള കാലത്തെ സൗന്ദര്യത്തിനും വിലയുള്ളൂ. ഈ സൗന്ദര്യം തേച്ചുമിരിക്കുന്നതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉള്ളിലേക്ക് വലിക്കുന്ന ഓക്സിജനും പുറത്തേക്ക് തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡും, ഈ രണ്ട് ശ്വാസം കൊണ്ട് മിടിക്കുന്ന ഒരു ഹൃദയവും ആ ബലത്തിലെ സൗന്ദര്യത്തിന് വിലയുള്ളൂ. അത് നിലച്ചു കഴിഞ്ഞാൽ വീണ് കിടക്കുന്നവന്റെ മയ്യത്തിന്റെ ശരീരത്തിന്റെ സൗന്ദര്യം ഒരാളും നോക്കാറില്ല. ഉണ്ടോ? ഈ ശരീരത്തിൽ നിന്നും റൂഹ് വിട്ടകന്നു പോകുന്ന സെക്കൻഡോടുകൂടി ഈ ശരീരം നശിക്കാൻ തുടങ്ങും. എത്രത്തോളം എന്നാൽ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എന്റെ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കേട്ടുകൊണ്ടിരിക്കുമ്പോ നമ്മളെ കിഡ്നിയിൽ നിന്നും ലക്ഷക്കണക്കിന് ലിറ്ററുകൾ, നൂറുകണക്കിന് ലിറ്ററുകൾ രക്തം ശുദ്ധീകരിക്കപ്പെട്ട് കൈഞ്ഞരമ്പുകളിലൂടെ വിരലിന്റെ അറ്റങ്ങളിൽ വന്ന് തിരിച്ചു പോകുന്നുണ്ട്, തലച്ചോറിൽ വന്ന് തിരിച്ചു പോകുന്നുണ്ട്, കാലിന്റെ അറ്റങ്ങളിൽ വന്ന് ആ രക്തങ്ങൾ കിഡ്നിയിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. എങ്കിലറിയണോ അവര് തിരിച്ചു പോകാനുള്ള കാരണം നമുക്ക് ജീവനുള്ളത് കൊണ്ടാണ്. ഈ ജീവൻ നഷ്ടപ്പെടുമ്പോൾ രക്തം കട്ടപിടിക്കാൻ തുടങ്ങും, കുതിച്ചോടാനുള്ള കഴിവ് നഷ്ടപ്പെടും. എന്ത് ചെയ്യുമെന്ന വെപ്രാളത്തിൽ രക്തങ്ങൾ ഞരമ്പുകളിൽ കെട്ടി നിൽക്കും. അതുകൊണ്ടാണ് മരിച്ച 3-ാമത്തെ മണിക്കൂറിൽ മയ്യത്തിന്റെ ചെവിയിലൂടെ രക്തം പുറത്തേക്ക് ചാടും, മൂക്കിലൂടെ ചാടും. അത് കാണുമ്പോഴേക്കും ജനങ്ങൾ പറയും മയ്യത്തിന്റെ മണം വരാൻ തുടങ്ങും. ഇനി എത്രയും പെട്ടെന്ന് മറമാടണം. കൊണ്ടുപോകാറില്ലേ? മയ്യത്തുമെടുത്ത് 6 അടി മണ്ണിലേക്ക് നടന്നു പോകുമ്പോൾ ചിന്തിച്ചു നോക്കാറുണ്ടോ? 6 അടി മണ്ണിലേക്ക് വെച്ച് 3 പിടി മണ്ണും വാരിയിട്ട് തസ്ബീത്തും ചൊല്ലി കുടുംബക്കാര് തിരിച്ചു പോകും അല്ലേ? ഏറ്റവും നല്ലൊരു യാത്രയപ്പ് 6 അടി മണ്ണിലേക്ക് വെച്ചിട്ട് പറയും അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്. പടച്ചോനെ, ഞങ്ങൾ എന്നെ ഏൽപ്പിച്ചു തന്നു, ഇനി നീ നോക്കിക്കോ. എന്റെ മലക്കുകളെ ആ ചോദ്യം നീ ചോദ്യം തുടങ്ങിക്കോ. ആ ചോദ്യത്തിനുള്ള ഉത്തരം അവന് പറയാനുള്ള കഴിവ് കൊടുത്തോ. ഇന്ന് ആളുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തിരിച്ചുപോയി മണിക്കൂറുകൾക്കുള്ളിൽ നമ്മളെ ശരീരം അങ്ങനെ വല്ലാതെ വല്ലാതെ മണക്കാൻ തുടങ്ങും.
ദുർഗന്ധം പരന്നുകൊണ്ടിരിക്കുമ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ വല്ലാത്ത അസ്വസ്ഥതകൾ ഉണ്ടാവും. ഇനിപ്പോട്ടെ 24 മണിക്കൂർ കഴിയുമ്പോഴേക്കും ആ മയ്യത്തിന്റെ വയറ് വീർക്കാൻ തുടങ്ങും. വീർത്ത വയറ് 48 മണിക്കൂറാകുമ്പോഴേക്കും പൊട്ടിത്തെറിക്കാനൊരുങ്ങും. 48 മണിക്കൂറിന് ശേഷം പൊട്ടിത്തെറിക്കുന്ന വയറിനുള്ളിൽ നിന്നും അതേ ശരീരത്തിൽ നിന്ന് പുഴുക്കളുടെ സ്ഥാനങ്ങൾ അറിയിച്ചു തുടങ്ങും. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? തൊട്ടടുത്തുള്ള മാവിൽ മാങ്ങ പഴുത്തു കിടക്കുമ്പോൾ ആ മാങ്ങ അരിഞ്ഞു കൊണ്ടുപോകുന്ന മനുഷ്യന്റെ ഉള്ളിൽ ആ മാങ്ങ അരിഞ്ഞപ്പോൾ കാണുന്നത് പുഴുക്കളാണെങ്കിൽ ആരാ മനുഷ്യരെ ആ പുഴുക്കളെ ഉള്ളിൽ വെച്ചത്? ആരാ പുഴുക്കളെ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്തത്? ലോകത്തിന്റെ റബ്ബ് ഓർമ്മപ്പെടുത്തി അല്ലാഹു സാധിച്ചത് കുൻ ഫയകൂൻ, നിങ്ങൾക്കുണ്ടാവണമെന്ന് റബ്ബ് തീരുമാനിച്ചാൽ അതുണ്ടാകുമെന്ന് പഠിപ്പിച്ച റബ്ബ് പറഞ്ഞു, നിന്റെ ശരീരത്തിൽ അതേ കോലത്തിൽ അതേ നിന്റെ ജീവിതത്തിൽ പുഴുക്കൾ നിന്റെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വരും. അതുകൊണ്ടാ തഴവ കുഞ്ഞുമോദ് മുസ്ലിയാർ പാടിയതും കബറൊന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, അത് കാണുമ്പോൾ വാ വിട്ടു നീ കരയേണ്ടതാ, മേടക്ക് പകരം മാളമാ സുബ്ഹാന, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് അസ്മാന, ചിതലും പുഴുക്കൾ മാളവും പെരുത്തുണ്ടതിൽ, സന്തോഷമാണ് അവകൾക്കു നീ ചെല്ലുന്നതിൽ, പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. 2 or 3 ദിവസം കൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ കുഴിയിലേക്ക് വീഴും. അടർത്തി മാറ്റാൻ പോലും സാധ്യമല്ലാത്ത നിലക്ക് റബ്ബ് ഘടിപ്പിച്ച ഈ 2 കണ്ണിന്റെ മണികൾ, ഈ 2 കണ്ണിന്റെ കൃഷ്ണമണികളടക്കം കുഴിയിലേക്ക് താഴ്ന്നു പോകും. ആ കാഴ്ചയെ പറ്റിയാ പിന്നീട് തഴവ മുസ്ലിയാർ പാടിയതും. അങ്ങനെ നിന്റെ കബറിലേക്ക് ചേർത്ത് വെക്കുമ്പോ നിന്റെ കണ്ണുകൾ താഴ്ന്നു പോകുമ്പോ ഏജന്തുക്കളും പുഴുക്കളും നിന്റെ ശരീരം തിന്നുമ്പോ നിന്റെ മുഖത്തേക്ക് നോക്കുന്ന ആളുകൾക്ക് ഭയം തോന്നുന്ന രീതിയിൽ കാണുമേ ഗുഹ 2. ആ ഗുഹയാക്കപ്പെടുന്ന രീതിയിൽ മണ്ണോട് ചേരേണ്ട ഒരു ജീവിതം മാത്രമാ മനുഷ്യരെ ദുനിയാവ്. അതാ ലോകത്തിന്റെ ഹബീബായ തിരുദൂതൻ പഠിപ്പിച്ചതും. തന്റെ ഈത്തപ്പന ഓലയിൽ കിടന്നു പുറം ഭാഗമാകെ ഈത്തപ്പനെ ഓലയുടെ അടയാളം കണ്ടപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മുൻപിലേക്ക് വന്ന് നിൽക്കുന്ന ഒരു രംഗണ്ട് മദീനത്തെ പള്ളിയിൽ. അല്ലാഹുവിന്റെ റസൂലിന്റെ പിൻഭാഗത്തെ പാടുകളൊക്കെ കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, റസൂലേ, നമ്മളുടെ രാജ്യത്തിന്റെ മക്കയുടെ വലിപ്പം പോലും ഇല്ലാത്ത കിസ്ര ചക്രവർത്തിമാർ, റോമൻ ഭരണാധികാരികൾ സപ്രപഞ്ച കട്ടിലിൽ ഉടയാടകളുടെ ഭംഗിയിൽ കിടക്കുമ്പോ ഇക്കണ്ട നാടിനെയൊക്കെ ഇസ്ലാമിന്റെ തണലിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന പ്രവാചക, താങ്കൾ എന്തിനിത്ര ദാരിദ്ര്യത്തിൽ ജീവിക്കണം? നിങ്ങൾക്ക് ഞാനൊരു ഈത്തപ്പനയുടെ ഭംഗിയുള്ള കിടക്ക ഒരുക്കട്ടെ റസൂലേ. അള്ളാഹുവിന്റെ പ്രവാചകൻ പുഞ്ചിരിയോടെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഉമർ, കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ് ഔ ഫീ ഗാബിരി സബീൽ. ഉമറേ, നമ്മൾ ഈ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരൻ മാത്ര, ഒരു പരദേശി മാത്ര. നമ്മളെക്കാൾ വലിയ മുന്തിയന്മാരൊക്കെ നന്മണ്ടയും കവിനിയിലും കഴിഞ്ഞു പോയിട്ടുണ്ട്. സ്വത്തുക്കൾ വാരിപ്പിടിച്ചവര്, ഒറ്റക്ക് അനുഭവിച്ചവര്, ഒരുപാട് സ്വപ്നം കണ്ടവര് ഇല്ലേ? ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, കോഴിക്കോട് ശാസ്ത്രി പള്ളിയിൽ 11 കൊല്ലം മുൻപ് ഖുത്ബക്ക് തുടങ്ങുമ്പോൾ ഒന്നാമത്തെ സഫ് കണ്ട പല മുഖങ്ങളും ഇന്ന് അവിടെ ഇല്ല, മണ്ണിന്റെ അടിയിലാ. അതുകൊണ്ടാ റബ്ബ് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തിയതും മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖ്റാ. മനുഷ്യരെ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഓർമ്മിക്കണം, മിൻഹാ ഖലഖനാകും, ആ മണ്ണിൽ നിന്നാണ് നിങ്ങൾ വന്നതെങ്കിൽ, വഫീഹാ നുഈദുകും, അതേ മണ്ണിലേക്ക് തന്നെ നിങ്ങളെ ഞാൻ തിരിച്ചു കൊണ്ടുപോകും. അതോടെ തീരുമോ? അതോടെ അവസാനിക്കുമോ? ഇല്ല, ഇല്ലെന്ന് പറഞ്ഞിട്ട് റബ്ബ് വീണ്ടും പറയുന്ന വാക്ക് വമിൻഹാ തുഖ്രിജുകും താറതൻ നുഖ്റാ. ഒരിക്കൽ കൂടി നിങ്ങൾ അല്ലാഹുവിന്റെ മുൻപിലേക്ക് വരും. ആളിക്കത്തുന്ന തീജ്വാലകൾ നരകത്തീയിന്റെ അരികിൽ അല്ലാഹു ഒരുമിപ്പിച്ചു കൂട്ടുമ്പോ വഇദൽ ജന്നതു ഉജ്ലിഫത്, നരകം മലക്കുവാൻ വാങ്ങി വലിച്ചു കൊണ്ടുവരുമ്പോ സ്വർഗം ഹാജരാക്കപ്പെടുമ്പോ വൽ മലായികത്തു സഫൻ സഫാ, മലക്കുകൾ അണിയടികളായി നിൽക്കുമ്പോ നിങ്ങളെ ഞാൻ കൊണ്ടുവരും, നിങ്ങളെ ഞാൻ കൊണ്ടുവരും. അന്ന് എന്റെ വിചാരണ നിങ്ങൾക്ക് ഒരിക്കലും നിഷേധിക്കാനാവാതെ നിങ്ങൾ എന്റെ വിചാരണക്ക് ഉത്തരം പറയേണ്ടി വരും. ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ ആ മദീനത്തെ പള്ളിയിൽ പ്രവാചകന്റെ സഹാബാക്കൾ നെഞ്ചുപൊട്ടിക്കരഞ്ഞ്. അതുകൊണ്ട് ഈ ലോകത്ത് നിന്നും നമ്മളൊരു യാത്ര ആരംഭിച്ചിട്ടുണ്ട്. ഇനി ആ യാത്ര അവസാനിക്കുന്നത് ഖബറില. ഈ കൂട്ടത്തിലുള്ള പല വയസ്സന്മാരോടും ചോദിച്ചു നോക്കൂ, ഇനി ചെറുപ്പക്കാരോടും
നമ്മളോടൊക്കെ ചോദിച്ചാൽ നമ്മൾ പറയലില്ലേ, എന്താ വിശേഷം? 19 വയസ്സായി, പടച്ചോൻ ഇത്രയും തന്ന്, ഇനി പടച്ചോൻ വിളിച്ചാൽ അങ്ങ് പോണം. ഇത്രയും കാലം സമാധാനത്തിൽ ജീവിച്ചു, മക്കളെയൊക്കെ കെട്ടിച്ചു. അപ്പൊ നമ്മളെ വിചാരം നമ്മൾ നല്ല രസത്തിൽ ജീവിച്ചതാണ്. അല്ല, നമ്മളെ കബറിലേക്കുള്ള യാത്ര 50 കൊല്ലം പൂർത്തിയാക്കിയതാണ്. എവിടെയാണോ റബ്ബ് തീരുമാനിച്ച സെക്കൻഡ്, അവിടേക്ക് നമ്മൾ ചെല്ലും, അവിടേക്ക് നമ്മൾ എത്തും. ആ സെക്കൻഡിൽ പടച്ച റബ്ബിന്റെ 6 അടി മണ്ണിലേക്ക് ഞാനുങ്ങളും മടങ്ങും. അതുകൊണ്ടാ മുൻഗാമികളായ ഉലമാക്കൾ പാടിയതും വലത്തുക ഉമ്മുക യബ്ന ആദമ ബാക്കിയാ വന്നാസു ഹൗലക യദ്ഹഖൂന സുറൂറാ. വലത്തുക ഉമ്മുക, നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചത്, അഥവാ നിന്റെ ഉമ്മ നിന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്, അഥവാ നിന്റെ മാതാവ് നിന്നെ ഗർഭം ധരിച്ച് പ്രസവിച്ചത് ബാക്കിയാ കരയുന്നവനായിക്കൊണ്ടാണെങ്കിൽ അന്ന് നിന്റെ ചുറ്റുഭാഗത്തുള്ളവർ നിന്റെ ആ കരച്ചില് കണ്ട് സന്തോഷം കൊണ്ട് വീർപ്പുമുട്ടി കൈകൊണ്ട് വാങ്ങി നിന്റെ ചെവിയിൽ ബാങ്ക് കൊടുത്ത് പരസ്പരം സ്നേഹത്തോടെ നിന്റെ കവിളുകളിലേക്ക് സന്തോഷത്തിന്റെ ചുംബനങ്ങൾ നൽകുമ്പം നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ മനുഷ്യ? ചുറ്റുഭാഗത്തുള്ളവർ വിതുമ്പിക്കൊണ്ട് കരയുമ്പോ, നെഞ്ചുപൊട്ടി കരയുമ്പോ, അവർക്ക് നടുവിൽ ഒന്നുമില്ലാത്തവനെ പോലെ കിടന്നുറങ്ങുന്ന ഒരു യാത്രയെ പറ്റി നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആ യാത്രയുടെ തുടക്കമാണ് നിന്റെ ജീവിതത്തിന്റെ തുടക്കം. ആ യാത്രയുടെ തുടക്കമാണ് നിന്റെ ആയുസ്സിന്റെ തുടക്കം. ആ ആയുസ് നിനക്ക് റബ്ബ് തന്നിട്ടുണ്ടെങ്കിൽ ഇനി നിനക്ക് പ്രതീക്ഷിക്കാവുന്നത് ആ 6 അടി മണ്ണിലേക്കുള്ള യാത്രയും 6 അടി മണ്ണിലുള്ള ലോകവും അല്ലാഹുവിന്റെ ഹശർ എന്ന മൈതാനിയും മാത്രമാ. ആ ലോകത്തേക്കുള്ള യാത്ര നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാ റബ്ബ് പറഞ്ഞതും ഈ ലോകത്ത് പണവും പദവിയും സ്ഥാനങ്ങളും ഒന്നുമല്ല മുഖ്യം, മറിച്ച് നിങ്ങൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് റബ്ബിനെ മനസ്സുകൊണ്ട് സ്മരിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങണം. അതാണ് ഏറ്റവും വലിയ സമാധാനം, അല്ലേ? എത്ര പേരാ ശരിയല്ലാണ്ട് ജീവിക്കുന്നത്, എത്ര പേരാ മനസ്സമാധാനമല്ലാതെ പരക്കം പായുന്നത്. ലോകത്ത് സമാധാനം എവിടെയെന്ന് ചിന്തിച്ചോടിക്കൊണ്ടിരിക്കുക സൈക്യാട്രിസ്റ്റുകൾ, കൗൺസിലിംഗുകാര്. പക്ഷെ അതിനേക്കാളൊക്കെ സമാധാനം കിട്ടുന്ന ഒരു വാക്ക് റബ്ബ് പറഞ്ഞു തന്നിട്ടുണ്ട്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനുഷ്യ, നിന്നെ സൃഷ്ടിച്ച നിന്റെ റബ്ബിനെ ഓർക്കണം. നിനക്കൊരു കുറവും വരുത്താതെ നിനക്കാവശ്യമുള്ളതെല്ലാം ഒരുക്കി തന്ന നിന്റെ നാഥനെ നീ അറിയണം. മനുഷ്യ, പിതാവിന്റെ ശ്രവിക്കപ്പെടുന്ന കോടിക്കണക്കിന് ബീജങ്ങളിലെ ഒരു നിസാര ബീജമായിരുന്ന നിന്നെ മാതാവിന്റെ ഗർഭാശയത്തിന്റെ 3 ഭിത്തികൾക്കുള്ളിലുള്ള അണ്ഡവുമായി കൂടിയോജിപ്പിച്ച് രക്തപിണ്ഡമാക്കി, പിന്നീട് അനക്കയാക്കി, മുതുകയാക്കി, എല്ലുകൾ നൽകി, വീണ്ടും മാംസങ്ങളെ കൊണ്ട് പൊതിഞ്ഞ് ഈ കാണുന്ന പവറിലും പത്രാസിലും നിന്നെ ഒരുക്കിയ നിന്റെ നാഥൻ പുറത്തേക്ക് വരുമ്പം നിന്റെ തല പുറത്തേക്ക് വരുന്ന രീതിയിൽ മാതാവിന്റെ ഗർഭാശയത്തിൽ ഒരുക്കിയ നാഥൻ നിന്റെ ജീവിതത്തിൽ ആദ്യത്തെ വെള്ളം ഉമ്മാന്റെ പൊക്കിളിലൂടെ നിനക്ക് തന്ന് സംരക്ഷിച്ച നാഥൻ, നിന്റെ വായു ഉമ്മാന്റെ പൊക്കിളിലൂടെ നിനക്ക് തന്ന് സംരക്ഷിച്ച നാഥൻ, ഭൂമിയിലേക്ക് വരുമ്പോൾ സ്നേഹിക്കാൻ മാതാപിതാക്കളെ ഒരുക്കി തന്ന നാഥൻ, നീ ജീവിക്കുമ്പോ നിനക്ക് ഭക്ഷണം ഒരുക്കി തന്ന നാഥൻ, നിനക്ക് സ്നേഹിക്കാൻ കുടുംബങ്ങൾ ഒരുക്കി തന്ന നാഥൻ, നിന്റെ കൈകാലുകൾക്ക് ജീവൻ നൽകിയ നാഥൻ, ആ നാഥനെ കുറിച്ചുള്ള ഓർമ്മകൾ അലാ വിധിക്കില്ല, അലാ വിധിക്കില്ല. ആ റബ്ബിനെ നീ ഓർത്തോ, നിനക്ക് പിന്നെ ദുഃഖിക്കേണ്ടി വരുന്നില്ല. വിധിക്കില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിന്റെ മനസ്സ് ശാന്തമാകും, നിന്റെ മനസ്സ് ശാന്തമാകും. പണമില്ലാത്തതിന്റെ പേരിൽ ഇനി കരയൂല. കാരണം പടച്ചോൻ വിധിച്ചതേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ, നീ സമാധാനിക്കും. പദവി കിട്ടാത്തതിന്റെ പേരിൽ ഇനി ബേജാറാവൂല. കാരണം പദവി പടച്ചോൻ എനിക്ക് തന്നിട്ടില്ലേ, പദവി തന്നോരെക്കാളിലും പടച്ചോൻ നിന്നെ ആദരിച്ചു എന്ന് ചിന്തിക്കും. സൗന്ദര്യം ഇല്ലാത്തതിന്റെ പേരിൽ ഇനി ഒരിക്കലും സങ്കടപ്പെടൂല. കാരണം പടച്ചോൻ സൃഷ്ടിച്ചതാ വെളുപ്പും കറുപ്പും എന്ന് നിനക്ക് ബോധമുണ്ടാകും. അതാ റബ്ബ് പറഞ്ഞതും, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാ നിങ്ങളൊക്കെ പടച്ചത് എന്നുള്ളൊരു ബോധം ഉണ്ടായാൽ മതി. ആ അള്ളാഹു നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു, വലക്കത് കർറംനാ ബനി ആദം. ആദമിന്റെ മക്കളെ, നിങ്ങളെ ഞാൻ ആദരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ ജന്തുജാലങ്ങൾക്കോ പടക്കം കൊടുക്കാത്തത് അല്ല പറയാ. ശ്രേഷ്ഠ സമൂഹമായിട്ട് നിങ്ങളെ ഞാൻ ആദരിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയോ?
അത്രക്ക് ജീവിതത്തിന്റെ ഏറ്റവും നന്മയിലാ പടച്ചോൻ നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. എല്ലാ രംഗത്തും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. എന്റെ വീട്ടിൽ കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുൻപ് ജനിച്ച ഒരു ആട്ടിൻകുട്ടി കൂടെ ജനിച്ച ആട്ടിൻ പെൺകുട്ടിയുടെ ശരീരത്തിൽ തന്നെ ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടുക. പടച്ചോൻ പറഞ്ഞു, എനിക്ക് മറ്റൊരു കുടുംബത്തിലെ പെണ്ണിനെ ഞാൻ ഒരുക്കി തന്നിട്ടുണ്ട്. സ്വന്തം